വർഷം 2063. മനുഷ്യന്റെ ഇടപെടൽ കാരണം കാലാവസ്ഥാ വ്യതിയാനം, താപനില ഉയരൽ എന്നിവ മൂലം ലോകത്തിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി. 2 വൻകരകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. മനുഷ്യൻ വാസസ്ഥലത്തിനും റിസോഴ്സുകൾക്കുമായി യുദ്ധം ചെയ്യുകയാണ്. ആ 2 വൻകരകൾക്കും ഇടയിലായി കടലിൽ ഒരു മിലിറ്ററി ഔട്ട്പോസ്റ്റ് ഉണ്ട്. അതിന്റെ പേരാണ് സെന്റിനൽ. 4 സൈനികരാണ് അതിൽ ജോലി ചെയ്യുന്നത്. അവരാണെങ്കിൽ വളരെ ദേഷ്യത്തിലാണ്. 2 വർഷത്തെ അവരുടെ കോൺട്രാക്ട് അവസാനിച്ചിട്ട് 3 മാസം കഴിഞ്ഞു. പക്ഷെ അടുത്ത ടീമുകൾ വരികയോ ഇവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നൽകുകയോ ചെയ്തിട്ടില്ല. ഭക്ഷണമെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊടുങ്കാറ്റുള്ള ഒരു ദിവസം കസീഡിയും സള്ളിവനും മീൻ പിടിക്കാൻ പോവുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ അവർക്ക് വല നിറച്ച് മീൻ കിട്ടുന്നു. അതേസമയം അവരുടെ സുപ്പീരിയർ ഓഫീസറായ ഹെൻഡ്രിക്സ് കൊടുങ്കാറ്റ് ശക്തി പ്രാപിക്കുന്നത് ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ സെന്റിനലിനെ ഗാർഡ് ചെയ്യുന്ന ആ വലിയ ബോംബുകൾ സംരക്ഷിക്കാൻ ഹെൻഡ്രിക്സ് ബെയിനോട് പറയുന്നു. അതേസമയം തിരമാലകൾ വളരെയധികം ഉയർന്നു പൊങ്ങുകയും ശക്തി പ്രാപിക്കുകയും ചെയ്തു. അതോടെ ഔട്ട് പോസ്റ്റിലെ പൈപ്പുകൾ പൊട്ടാൻ തുടങ്ങി. ബെയിൻ അത് വന്ന് ശരിയാക്കാൻ ശ്രമിക്കുകയാണ്. അതിനിടയിൽ അയാളുടെ കൈ പൈപ്പുകൾക്കിടയിൽ കുടുങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അയാൾ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകുന്നു. കുറച്ചു സമയത്തെ പരിശ്രമത്തിനൊടുവിലാണ് ബെയിനിന് പുറത്തു കടക്കാനായത്. അതേസമയം പുറത്ത് മീൻ പിടിക്കുന്ന നെറ്റ് തിരമാലകളിൽ പെട്ടുപോകുന്നു. സള്ളിവൻ വീണ്ടും കയറി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാറ്റ് അതിശക്തവും ഭീകരവുമായി മാറിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ തിരമാലകളിൽപ്പെട്ട് തന്റെ ജീവൻ അപകടത്തിലാവുന്നതിന് മുന്നേ അയാൾ അകത്തേക്ക് കയറി. ശക്തമായ തിര ആ ഔട്ട് പോസ്റ്റിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് എല്ലാവരും അകത്തെത്തി. ആ തിരയിൽപ്പെട്ട് അവിടമാകെ കുലുങ്ങുകയും വെള്ളമെല്ലാം അടിച്ച് അകത്തേക്ക് കയറുകയും ചെയ്തു. പക്ഷെ അതൊക്കെ സംഭവിച്ചിട്ടും വലിയ കുഴപ്പങ്ങളില്ലാതെ ആ ഔട്ട് പോസ്റ്റ് അഥവാ സെന്റിനൽ രക്ഷപ്പെടുന്നു. പിറ്റേ ദിവസം പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തങ്ങളുടെ വിഭവങ്ങൾ ചിലവഴിക്കുന്നത് എങ്ങനെ കുറയ്ക്കാം എന്നാലോചിക്കുകയാണ് എല്ലാവരും. ബെയിനാണെങ്കിൽ മീൻ നഷ്ടപ്പെട്ടതറിഞ്ഞ് ആകെ ദേഷ്യം വന്നിരിക്കുകയാണ്. എന്നാൽ തന്റെ സ്ഥലത്ത് നിന്നും പാർട്സുകൾ എടുത്ത് പൊട്ടിയ മെയിൻ പൈപ്പ് ശരിയാക്കിയതിന് ബെയിനെ പരിഹസിച്ചുകൊണ്ട് സള്ളിവൻ തിരിച്ചടിച്ചു. അല്പം മുതിർന്നവരെ പോലെ സംസാരിക്കെ, ഇപ്പോൾ ഇങ്ങനെ വഴക്കടിക്കാനുള്ള സമയമല്ല. പൊട്ടിയ പൈപ്പുകളും മറ്റ് ശരിയാക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് ഹെൻഡ്രിക്സ് അവരെ ഓർമ്മപ്പെടുത്തി. നമ്മൾ എന്താണ് അടുത്ത ടീമിനോട് വേഗത്തിലെത്താൻ ആവശ്യപ്പെടാത്തതെന്ന് ബെയിൻ ചോദിക്കുന്നു. ടെലിഗ്രാഫ് ഉപയോഗിച്ച് ഇവിടെ നിന്നും റിപ്പോർട്ടുകൾ അയച്ചു കൊടുക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ എന്ന് ഹെൻഡ്രിക്സ് ബെയിനോട് പറയുന്നു. ശേഷം ടെലിഗ്രാഫ് ഉപയോഗിച്ച് സള്ളിവൻ ഡെയിലി റിപ്പോർട്ട് അയക്കുന്നു. ഒരു ഇവന്റും സംഭവിച്ചിട്ടില്ല എന്ന് സള്ളിവൻ ബേസിനെ അറിയിക്കുന്നു. ബേസിലും ഒരു ഇവന്റും ഇല്ല എന്ന് അവരും മറുപടി നൽകുന്നു. കുറച്ചു സമയത്തിന് ശേഷം സള്ളിവൻ ഹെൻഡ്രിച്ചിനെ പുറത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. അവരുടെ എയർ ഡാൻസറിനെ പറ്റി കുറച്ച് തമാശകൾ പറഞ്ഞ ശേഷം ബൈനോക്കുലർ ഉപയോഗിച്ച് സള്ളിവൻ കടലിലേക്ക് നോക്കുകയാണ്. ഒരു കപ്പൽ അങ്ങോട്ടേക്ക് വരുന്നത് അയാൾ ഞെട്ടലോടെ കാണുന്നു. റഡാർ ഉപയോഗിച്ച് കസീഡി അത് ഉറപ്പാക്കുന്നു. സള്ളിവന് സന്തോഷമാകുന്നു. അവർക്ക് ഭക്ഷണവുമായി വരുന്ന കപ്പലാണതെന്നാണ് അയാൾ കരുതിയത്. പക്ഷെ ഹെൻഡ്രിച്ചിന് സംശയമാകുന്നു. ബെയിനോട് ആയുധങ്ങൾ സജ്ജമാക്കാൻ ഹെൻഡ്രിക്സ് പറയുന്നു. ഒരുപക്ഷെ അത് ശത്രുവാണെങ്കിൽ ഉപയോഗിക്കാനായിരുന്നു അത്. കസീഡി വയർലെസ് മുഖേന അവരുമായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഹെൻഡ്രിക്സ് അവർക്കൊരു ചാൻസ് കൊടുക്കാമെന്ന് കരുതുന്നു. തന്റെ കയ്യിലുള്ള തോക്ക് സള്ളിവന്റെ കയ്യിൽ കൊടുത്ത ശേഷം ആ ബോട്ടിൽ പോയി പരിശോധിച്ചിട്ട് വരാൻ ഹെൻഡ്രിച്ച് പറയുന്നു. ശത്രുക്കളാണോ ആ ഷിപ്പിലുള്ളത്, അതിലെന്താണ് സംഭവിച്ചത് എന്നറിയാനാണ് സള്ളിവനെ അങ്ങോട്ടേക്ക് അയക്കുന്നത്. സള്ളിവൻ ബോട്ടിൽ കയറി ആ അജ്ഞാത ഷിപ്പിനരിയിലേക്ക് എത്തുന്നു. അയാൾ അതിൽ യാത്രക്കാർ ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നു. പക്ഷെ സള്ളിവന് ഉത്തരമൊന്നും ലഭിച്ചില്ല. അതോടെ സള്ളിവൻ തോക്കെടുത്ത് ആ ബോട്ടിലേക്ക് ശ്രദ്ധയോടെ കയറി. ശേഷം അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് തിരയാൻ തുടങ്ങി. മുന്നോട്ട് പോകുന്തോറും സള്ളിവൻ അസ്വസ്ഥനാകാൻ തുടങ്ങി. റേഡിയോ വർക്ക് ചെയ്യുന്നില്ല. സാധനങ്ങളിലൊക്കെ ചെളി പുരണ്ടിരിക്കുന്നു. ക്യാബിനറ്റിൽ ഭക്ഷണമെല്ലാം അതേപോലെ ഇരിക്കുന്നു. അതേസമയം വിവരങ്ങൾ അറിയാൻ റേഡിയോ മുഖേന ഹെൻഡ്രിച്ച് സള്ളിവനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ സള്ളിവൻ അത് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അവർക്കുള്ള 4 ബാഗുകൾ അയാൾ ആ ബോട്ടിൽ കണ്ടെത്തി. അതായത് അവർക്ക് ആവശ്യമായ സാധനങ്ങളുമായി സെന്റിനലിലേക്ക് വന്ന റിലീഫ് ബോട്ടായിരുന്നു അത്. പക്ഷേ അതിനുള്ളിലുള്ളവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവർ പെട്ടെന്ന് അപ്രത്യക്ഷരായി. സള്ളിവനും ടീമിനും വീട്ടിലേക്ക് പോകാനുള്ള വഴിയായിരുന്നു അത്. സള്ളിവൻ മറുപടി നൽകാത്തതിനാൽ അയാൾ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതിയ ഹെൻഡ്രിച്ച് ആ ബോട്ടിനെ വെടിവെച്ച് നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു. സെന്റിനലിലെ മെയിൻ വെപ്പൺ ആക്ടിവേറ്റ് ചെയ്യാനുള്ള 2ാമത്തെ കീ ഹെൻഡ്രിച്ച് കസീഡിയോട് ആവശ്യപ്പെടുന്നു. ആദ്യം കസീഡി മടിച്ചെങ്കിലും ഇതാണ് പ്രോട്ടോകോൾ എന്ന് ഹെൻഡ്രിച്ച് അവരെ ഓർമ്മപ്പെടുത്തിയോടെ മനസ്സില്ലാ മനസ്സോടെ കസീഡി സമ്മതിക്കുന്നു. കസീഡിയുടെ കീയും അയാളുടെ കീയും ഉപയോഗിച്ച് ആ വെപ്പൺ ഹെൻഡ്രിച്ച് ആക്ടിവേറ്റ് ചെയ്യുന്നു. അത് ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് അവസാനമായി വീണ്ടും ഹെൻഡ്രിച്ച് സള്ളിവനെ വിളിക്കുന്നു. ഭാഗ്യവശാൽ സള്ളിവൻ ഇത് കേൾക്കുകയും അയാൾ സേഫ് ആണെന്ന് മറുപടി നൽകുകയും ചെയ്തു. അതോടെ ആ അറ്റാക്ക് ഹെൻഡ്രിച്ച് ക്യാൻസൽ ചെയ്യുന്നു. കസീഡി തന്റെ കീ തിരികെ ആവശ്യപ്പെട്ടപ്പോൾ താൻ ഈ കീ രണ്ടും സൂക്ഷിക്കുകയാണ്, എന്റെ ഓർഡർ അനുസരിക്കാത്തതിനുള്ള പണിഷ്മെന്റ് ആണിതെന്ന് ഹെൻഡ്രിച്ച് കസീഡിയോട് പറയുന്നു. ശേഷം സള്ളിവൻ ആ ബോട്ട് ചെറിയൊരു ബോട്ടിൽ കെട്ടി സെന്റിനലിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. ഹെൻഡ്രിച്ച് ആ ബോട്ട് പരിശോധിക്കുവാനായി അതിലേക്ക് കയറുന്നു. ആ പ്രശ്നങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സള്ളിവനും കസീഡിയും തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെക്കുന്നു. ശേഷം സെന്റിനലിലെ ക്രൂ അയോഡിൻ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുമ്പോൾ ആ ബോട്ടിനുള്ളിൽ പരിശോധിച്ച കാര്യങ്ങളൊക്കെ ബെയിൻ പറയുന്നു. ആ എഞ്ചിൻ 3 മാസത്തോളമായി പ്രവർത്തിച്ചിട്ടില്ല. അതിൽ ആളുകൾ ഉണ്ടായിരുന്നിരിക്കണം. അവരൊക്കെ എവിടെ പോയി? മാസങ്ങളായി ഈ ബോട്ട് ഒഴുകി നടക്കുകയായിരുന്നു. ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ബേസിലേക്ക് മെസ്സേജ് വിടാൻ
സള്ളിവൻ പറയുന്നു. ഇതൊരു ഇവന്റായി കണക്കാക്കാമെങ്കിലും മതിയായ ഇൻഫർമേഷൻ ഇല്ലാതെ ബേസിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഹെൻറിച്ച് പറയുന്നു. ബാക്കി എല്ലാവരും അസ്വസ്ഥരാകുകയും ഹെൻറിച്ചിന്റെ പെരുമാറ്റത്തിൽ സംശയിക്കുകയും ചെയ്യുന്നു. കാരണം വെപ്പൺ ആക്ടിവേറ്റ് ചെയ്യാനുള്ള 2 കീയും ഇപ്പോൾ ഹെൻറിച്ചിന്റെ കയ്യിലാണ്. കുളി കഴിഞ്ഞ ശേഷം അവർ കണ്ടെത്തിയ ഷിപ്പിന്റെ നാവിഗേഷൻ ഹിസ്റ്ററി പരിശോധിച്ച ഹെൻറിച്ച് എല്ലാ കോർഡിനേറ്റ്സും എഴുതിയെടുക്കുന്നു. ശേഷം അവ സെന്റിനലിലേക്ക് കൊണ്ടുവരികയും മാപ്പ് ഉപയോഗിച്ച് പരിശോധിക്കുകയും ചെയ്യുന്നു. അതേസമയം സള്ളിവനും കസീഡിയും പുറത്തുള്ള ലോകത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇപ്പോൾ നാട് എങ്ങനെയായിരിക്കും എന്നവർ ചിന്തിക്കുന്നു. കാരണം 2 വർഷമായി അവർ പുറം ലോകം കണ്ടിട്ട്. ഹെൻറിച്ച് അറിയാതെ ഒരു മെസ്സേജ് താൻ അയച്ചിട്ടുണ്ടെന്ന് സള്ളിവൻ പറയുന്നു. അതിന്റെ മറുപടി നാളെ ലഭിക്കും. പിറ്റേ ദിവസം 3 സൈനികരും ടെലിഗ്രാഫിന്റെ അരികിൽ വന്നു നിൽക്കുന്നത് ഹെൻറിച്ച് ശ്രദ്ധിക്കുന്നു. ഒടുവിൽ ബെയിൻസ് കാര്യങ്ങൾ പറയുന്നു. ഹെൻറിച്ച് അവരെ വഴക്ക് പറയാൻ തുടങ്ങുമ്പോഴേക്കും ടെലിഗ്രാഫ് ശബ്ദിക്കുന്നു. അത് വായിക്കുന്നത് വരെ അവർ വളരെ ആകാംക്ഷയിലായിരുന്നു. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. സള്ളിവൻ തലേ ദിവസം അയച്ച അതേ മെസ്സേജ് തന്നെയാണ് ഇപ്പോൾ തിരികെ വന്നിരിക്കുന്നത്. അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് ബേസുമായി വളരെ കാലമായി അവർക്ക് കോണ്ടാക്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സള്ളിവൻ സെൻഡ് ചെയ്യുന്ന നോ ഇവന്റ് മെസ്സേജുകൾ കമ്പ്യൂട്ടർ തിരികെ അയക്കുകയാണ്. ഹെൻറിച്ച് കോർഡിനേറ്റ്സ് ഡാറ്റ പരിശോധിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം രാത്രി ബെയിൻസ് അവർ കണ്ടെത്തിയ ബോട്ടിനുള്ളിലേക്ക് ഒരു പ്ലാനുമായി കയറി. അങ്ങനെ ഒരു ദിവസം ബെയിൻസ് ബോട്ടിൽ നിന്നും ഇറങ്ങി വരുന്നത് സള്ളിവൻ കാണുകയും ബെയിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ബെയിൻ കാര്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറായില്ല. ഒടുവിൽ അവർ മദ്യപിക്കുകയാണ്. അവിടെ ബെയിൻസ് തന്നെ കാത്തിരിക്കുന്ന കുടുംബത്തെ പറ്റി സംസാരിക്കുന്നു. ബെയിൻ പറയുകയാണ്, ഒരുപക്ഷെ എനിക്ക് ആ ബോട്ട് ശരിയാക്കാൻ സാധിച്ചേക്കും. അതിനുള്ളൊരു ശ്രമത്തിലാണ് ഞാൻ. ഇവിടെ നിന്നും രക്ഷപ്പെടാം എന്നുള്ള സാധ്യത തെളിഞ്ഞ ആവേശത്തിൽ സള്ളിവൻ കസീഡിയെ കാണാൻ ചെല്ലുന്നു. ആ വാർത്ത അവളെ അറിയിച്ച ശേഷം ഭൂഖണ്ഡത്തിലെ സേഫ് ആയിട്ടുള്ള ഒരു ടൗണിൽ അവന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ സള്ളിവൻ കസീഡിയോട് അഭ്യർത്ഥിക്കുന്നു. പക്ഷെ കസീഡി അത് വിശ്വസിച്ചില്ല. അവൾക്ക് വലിയ താല്പര്യമില്ലാത്തത് പോലെയാണ് അവൾ പെരുമാറിയത്. പിറ്റേ ദിവസം ആരും അറിയാതെ സള്ളിവൻ ബെയിനൊപ്പം ആ ബോട്ടിനുള്ളിൽ കയറി. ബോട്ടിന്റെ എഞ്ചിൻ ശരിയാക്കുന്നതിനായി ബെയിനെ സഹായിക്കാനാണ് സള്ളിവന് ഒപ്പം കയറിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എഞ്ചിൻ ശരിയാക്കാൻ ബെയിന് സാധിച്ചു. അവർ പുറത്തേക്ക് വന്നതും ഹെൻറിച്ച് അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഹെൻറിച്ച് അവരോട് ആ ബോട്ട് പൊളിക്കാൻ ആവശ്യപ്പെടുന്നു. ആ പാർട്സുകൾ ഉപയോഗിച്ച് സെന്റിനൽ സ്റ്റേഷനുണ്ടായ കേടുപാടുകൾ തീർക്കാനും ഓർഡർ ചെയ്യുന്നു. അവരെ സെന്റിനലിൽ നിന്നും ആ ബോട്ട് ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ഹെൻറിച്ച് അനുവദിക്കുന്നില്ല. കാരണം കോൺട്രാക്ട് തീർന്നെങ്കിലും അടുത്ത ടീം ഇവിടെ വരുന്നത് വരെ സെന്റിനലിൽ നിൽക്കുക എന്നത് ഇവരുടെ ജോലിയാണെന്നാണ് അയാൾ പറയുന്നത്. മുൻപുള്ളവർ ഇവിടെ മരിച്ചു വീണതുപോലെ മരിക്കാൻ തനിക്ക് പറ്റില്ല എന്ന് സള്ളിവൻ പറയുന്നു. ബെയിനും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ അപ്പോൾ അവിടേക്ക് വന്ന കസീഡി അവരെ സപ്പോർട്ട് ചെയ്തില്ല. അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കേട്ടെങ്കിലും അതൊന്നും പരിഗണിക്കാതെ ബോട്ട് പൊളിക്കാൻ ഹെൻറിച്ച് ആവശ്യപ്പെടുന്നു. അയാളെ അനുസരിച്ചില്ലെങ്കിൽ തോക്ക് കൊണ്ടാകും മറുപടി എന്ന് അയാൾ പറയുന്നു. സള്ളിവനും ബെയിനും ആകെ അസ്വസ്ഥരാകുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ഒടുവിൽ അവർക്ക് വേണ്ടി ഹെൻറിച്ചിനോട് സംസാരിക്കാമെന്ന് കസീഡി പറയുന്നു. ഹെൻറിച്ചിന്റെ അവസാനത്തെ സ്ക്വാഡ്രനെ നഷ്ടപ്പെട്ടതും അയാൾ എന്താണ് ഫീൽ ചെയ്യുന്നതെന്നും തനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കസീഡി ഹെൻറിച്ചിനോട് പറയുന്നു. അതേസമയം സള്ളിവനും ബെയിനും ഇവിടെ നിന്നും രക്ഷപ്പെടുന്നതിന് അവരുടെ ബോസായ ഹെൻറിച്ചുമായി ഫൈറ്റ് ചെയ്യേണ്ടി വരുമോ എന്ന് പരസ്പരം സംസാരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഹെൻറിച്ച് അങ്ങോട്ടേക്ക് വരുന്നു. കസീഡി നന്നായി തന്നോട് സംസാരിച്ചു എന്ന് അയാൾ പറയുന്നു. ബേസുമായി കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിനാൽ ആരെങ്കിലും ബേസിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും അതിനായി 2 പേര് പോകണമെന്നും 2 പേര് ഇവിടെ നിൽക്കണമെന്നും ഹെൻറിച്ച് ആവശ്യപ്പെടുന്നു. ഹെൻറിച്ച് എന്തായാലും ഇവിടെ നിൽക്കും. കസീഡിയും ഇവിടെ നിൽക്കാമെന്ന് സ്വയം അറിയിച്ചിട്ടുണ്ട്. ഇത് കേട്ട ബെയിന് സന്തോഷമായെങ്കിലും സള്ളിവൻ ആകെ തകർന്നു പോയി. കുറച്ചു സമയത്തിന് ശേഷം സള്ളിവൻ കസീഡിയോട് തനിച്ച് സംസാരിക്കുകയാണ്. കൂടെ വരണമെന്ന് സള്ളിവൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബെയിന് പകരമോ അല്ലെങ്കിൽ ഹെൻറിച്ചിന്റെ ഉത്തരവിനെ എതിർത്തുകൊണ്ടോ എങ്ങനെയായാലും നീ വരണമെന്ന് സള്ളിവൻ ആവശ്യപ്പെടുന്നു. അവളെ സന്തോഷിപ്പിക്കാൻ അയാൾ പരമാവധി ശ്രമിച്ചു. അവൾക്ക് പകരം ഇവിടെ നിൽക്കാമെന്നും അല്ലെങ്കിൽ അവളോടൊപ്പം പോകാതെ ഇവിടെ നിൽക്കാമെന്നുമൊക്കെ അയാൾ പറഞ്ഞു. എന്നാൽ സള്ളിവനെ അവൾ സ്നേഹിക്കുന്നില്ല എന്നും സള്ളിവൻ ഒരു മാനുഷിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ആൾ മാത്രമായിരുന്നുവെന്ന് കസീഡി അവനോട് പറയുന്നു. അത് കേട്ട സള്ളിവൻ ആകെ തകരുന്നു. അവൻ ആ മുറിയിൽ നിന്നും വിഷമത്തിൽ ഇറങ്ങിപ്പോകുന്നു. അത് കണ്ട കസീഡിയും ഒരുപാട് സങ്കടപ്പെടുന്നു. ആ രാത്രി സള്ളിവനും ബെയിനും തങ്ങളുടെ ബാഗുകൾ പാക്ക് ചെയ്യുകയാണ്. ബേസിലേക്ക് കൊടുക്കാനുള്ള ഒരു ലെറ്റർ ഹെൻറിച്ച് സള്ളിവനെ ഏൽപ്പിക്കുന്നു. നമ്മുടെ ശത്രുക്കളും നമ്മളെ പോലെ തന്നെയാണ്. അവരും തങ്ങളുടെ ഹോം സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സ് വെച്ചാൽ നമുക്കിവിടെ നിന്നും ഒരുമിച്ച് പോകാമെന്ന് സള്ളിവൻ പറയുന്നു. എന്നാൽ ഹെൻറിച്ച് അത് നിരാകരിക്കുന്നു. കാരണം സെന്റിനലിലെ ആയുധം എന്തായാലും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ശേഷം ബോട്ടിൽ നിന്ന് ലഭിച്ച കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് റൂട്ട് മാപ്പ് തയ്യാറാക്കുന്ന ജോലി പൂർത്തിയാക്കാൻ ഹെൻറിച്ച് പോകുന്നു. അങ്ങനെ ഒരു നടുക്കുന്ന കാര്യം ഹെൻറിച്ച് കണ്ടെത്തുന്നു. റിലീഫുമായി വന്ന ആ ഷിപ്പ് മനഃപൂർവ്വം സെന്റിനൽ സ്റ്റേഷനിൽ നിന്നും വഴിമാറി പോവുകയാണ് ഉണ്ടായത്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. സംശയം തോന്നിയ ഹെൻറിച്ച് നേരെ കസീഡിയുടെ മുറിയിലേക്ക് ചെന്നു. കസീഡിയെ കണ്ടെങ്കിലും ഒന്നും പറയാതെ തിരിച്ചുപോയി. പിറ്റേ ദിവസം സെന്റിനൽ സ്റ്റേഷനിലെ അലാറം കേട്ടാണ് ക്രൂ മുഴുവൻ എണീക്കുന്നത്. അവർ പരിശോധിക്കുമ്പോൾ സെന്റിനൽ റഡാറിന്റെ പരിധിയിൽ മറ്റൊരു ബോട്ട് എത്തിയിരിക്കുന്നു. സള്ളിവനും ബെയിനും സ്റ്റേഷന്റെ വെപ്പൺ പൊസിഷനിൽ നിലയുറപ്പിച്ചു. അതിന്റെ പീരങ്കി അവർ സജ്ജമാക്കുകയാണ്. കസീഡി അതേസമയം ആ ബോട്ടുമായി കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ മറുപടി ഒന്നും ലഭിച്ചില്ല. എന്നാൽ ഈ തവണ ആരെയും അന്വേഷിക്കാൻ വിടാൻ ഹെൻറിച്ച് തയ്യാറായില്ല. പകരം ആ ബോട്ട് ഷൂട്ട് ചെയ്യാനാണ് ഹെൻറിച്ച് ഓർഡർ ഇട്ടത്. അവരുടെ ആദ്യ ബുള്ളറ്റ് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടില്ല. അവർ
അടുത്ത റൗണ്ട് ബുള്ളറ്റ് നിറയ്ക്കുകയാണ്. ആ സമയത്താണ് സെന്റിനൽ സ്റ്റേഷനിൽ അവർ കെട്ടിയിട്ടിരുന്ന ബോട്ട് കാണാതായ വിവരം കാസിഡി ശ്രദ്ധിക്കുന്നത്. അതേസമയം ഫോഗ് മാറുകയും സള്ളിവനും ബെയിനും വ്യക്തമായി ആ ബോട്ട് കാണാനും സാധിക്കുന്നു. അപ്പോഴാണ് അതിവിടെ കെട്ടിയിട്ടിരുന്ന ബോട്ട് തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. അതോടെ വീണ്ടും ഷൂട്ട് ചെയ്യാൻ അവർ വിസമ്മതിക്കുന്നു. കാസിഡി മുകളിലേക്ക് അവരുടെ അടുക്കൽ കാര്യം പറയാൻ ഓടി വരികയാണ്. പക്ഷെ അപ്പോഴേക്കും വൈകിയിരുന്നു. ഹെൻറിച്ച് തന്റെ തോക്കെടുത്ത് ബെയിനെ അടിക്കുന്നു. ഹെൻറിച്ച് ആയിരുന്നു ആ ബോട്ട് അഴിച്ചുവിട്ടത്. താൻ സീരിയസ് ആണെന്ന് മനസ്സിലാക്കാൻ എയർ ഡാൻസർ ബലൂൺ അയാൾ ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ ബെയിൻ അതൊന്നും കണ്ട് പേടിച്ചില്ല. അതോടെ ഹെൻറിച്ച് അവന്റെ നേരെ നിറയൊഴിക്കുന്നു. അവന്റെ ചെവിയിൽ അത് സാരമായി പരിക്കേൽപ്പിക്കുന്നു. അത് കണ്ട് ഭയന്ന സള്ളിവൻ ഹെൻറിച്ച് മൂലം ആർക്കും അപകടമുണ്ടാകാതിരിക്കാൻ പീരങ്കി ഉപയോഗിച്ച് ആ ബോട്ട് ഷൂട്ട് ചെയ്ത് നശിപ്പിക്കുന്നു. ദേഷ്യം വന്ന ബെയിൻ ഹെൻറിച്ചിന് നേരെ പാഞ്ഞെടുത്തു. എന്നാൽ അതിനു മുന്നേ കാസിഡി ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് ഹെൻറിച്ചിന്റെ തലക്കടിക്കുകയും അതുമൂലം അയാൾ ബോധം കെടുകയും ചെയ്യുന്നു. ശേഷം സള്ളിവനും കാസിഡിയും കൂടി ഹെൻറിച്ചിനെ ഒരു മുറിയിൽ അടയ്ക്കുകയും അയാളുടെ കൈവശമുള്ള 2 കീയും കൈക്കലാക്കുകയും ചെയ്തു. അതേസമയം ദേഷ്യമടക്കാനാകാതെ ബെയിൻസ് ഹെൻറിച്ചിനെ കണ്ടുപിടിക്കാനും കൊല്ലാനും നടക്കുകയാണ്. അത് തടയാൻ ശ്രമിച്ച സള്ളിവനെ ബെയിൻസ് അടിക്കുകയും ചെയ്തു. കാസിഡി ബെയിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ അയാൾ ഒറ്റയ്ക്ക് മദ്യപിക്കാനായി പോകുന്നു. അവിടെ വെച്ച് തകർക്കപ്പെട്ട ബോട്ടിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ പാക്ക് ചെയ്ത സാധനങ്ങൾ കാണുകയും ഒരുപാട് സങ്കടപ്പെടുകയും ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷം ഹെൻറിച്ചിന് അയോഡിൻ ബാത്തിന് സമയമായി എന്ന് കാസിഡി ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ബെയിൻ അയാളെ പുറത്തുവിടാൻ അനുവദിച്ചില്ല. ഓരോ ടെലിഗ്രാഫ് ചാനൽ വഴിയും ബേസിനെ ബന്ധപ്പെടാൻ ശ്രമിക്കണം. ഏതാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് എല്ലാ ചാനലും നോക്കുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് സള്ളിവൻ കാസിഡിയോട് പറയുന്നു. അതേസമയം ഞാൻ മുമ്പ് നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലല്ല. എന്നെക്കുറിച്ച് വിഷമിക്കാതെ നിനക്ക് ഇവിടെ നിന്നും സമാധാനമായി പോകാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞതെന്ന് കാസിഡി സള്ളിവനോട് പറയുന്നു. പക്ഷെ സള്ളിവൻ അവൾ പറഞ്ഞത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഉച്ചയ്ക്ക് ശേഷം ഹെൻറിച്ചിനുള്ള ഭക്ഷണവുമായി സള്ളിവൻ പോകുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് മാറിയത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ബോട്ട് അഴിച്ചു വിട്ടത് എന്നൊക്കെ സള്ളിവൻ അയാളോട് ചോദിക്കുന്നു. കോർഡിനേറ്റ്സ് മാപ്പ് ചെയ്തപ്പോഴുള്ള ഇൻഫർമേഷൻ ഹെൻറിച്ച് സള്ളിവനോട് പറയുന്നു. ആ റിലീഫ് ഷിപ്പ് 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മളെ തേടി കൃത്യമായി വന്നിരുന്നു. പക്ഷെ എന്തോ ഒന്ന് ഇങ്ങോട്ട് വരുന്നതിൽ നിന്നും അവരെ തടഞ്ഞു. അവർ ഇവിടെ നിന്നും മാറി മറ്റൊരു ദിശയിലേക്ക് പോയി. അതായത് സെന്റിനലിലെ ആ പ്രധാന വെപ്പൺ അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് ആവശ്യമായ ആരോ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്, ഒരു വഞ്ചകൻ. പക്ഷേ സള്ളിവൻ അയാൾ പറഞ്ഞൊന്നും വിശ്വസിക്കാതെ അവിടെ നിന്നും പോകുന്നു. തുറന്നു വിടാൻ ഹെൻറിച്ച് ആവശ്യപ്പെട്ടെങ്കിലും സള്ളിവൻ ആ മുറിയുടെ വാതിലടച്ചു. ശേഷം എല്ലാ ടെലിഗ്രാഫ് ചാനൽ വഴിയും സള്ളിവൻ ദിവസം മുഴുവൻ ബേസിലേക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ബെയിൻ ആണെങ്കിൽ ഭയങ്കര കുടിയാണ്. അവന്റെ ഷോപ്പിൽ തന്നെ സമയം ചെലവഴിക്കാൻ അവൻ ശ്രമിച്ചു. പക്ഷേ മനസ്സ് കലങ്ങി നിയന്ത്രണം നഷ്ടപ്പെട്ട ബെയിൻ താനുണ്ടാക്കിയതെല്ലാം നശിപ്പിച്ചു. വൈകുന്നേരം കാസിഡി തന്റെ കുഞ്ഞുനാളിലെ ഫാമിലിയുമായുള്ള ചിത്രങ്ങൾ സള്ളിവനുമായി പങ്കുവച്ചു. അവൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ശത്രുക്കൾ അവളുടെ അമ്മയെ അച്ഛനെ ഇല്ലാതാക്കിയെന്ന് അവൾ അവനോട് പറയുന്നു. പിറ്റേ ദിവസം കമ്മ്യൂണിക്കേഷൻ മുറിയിൽ ഉറങ്ങുന്ന കാസിഡിയെ ബെയിൻ കാണുന്നു. എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് അവളെ കടന്നു പിടിക്കാൻ ബെയിൻ ശ്രമിച്ചു. കുറച്ചു സമയത്തെ പ്രയത്നത്തിന് ശേഷം കാസിഡി അവനെ തള്ളി മാറ്റുന്നു. പക്ഷെ അവൾ അറിഞ്ഞില്ല അവളുടെ കയ്യിലെ കീ ബെയിൻസ് കൈക്കലാക്കിയത്. കാസിഡി സള്ളിവനെ കണ്ടെത്തി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. പെട്ടെന്ന് തന്നെ സ്പീക്കർ വഴി ബെയിനിന്റെ ശബ്ദം അവിടെ മുഴങ്ങി. താൻ എക്സ്പ്ലോസീവ് ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് ബെയിൻ സ്പീക്കറിലൂടെ അവരോട് പറഞ്ഞു. സള്ളിവനും കാസിഡിയും വേഗം കമ്മ്യൂണിക്കേഷൻ മുറിയിലേക്ക് എത്തുകയും ബെയിനെ സമാധാനിപ്പിക്കാനും ശ്രമിച്ചു. നീ ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യരുത്, നിന്റെ കുടുംബത്തെക്കുറിച്ച് ഓർക്കണമെന്ന് സള്ളിവൻ പറയുന്നു. അത് കേട്ട് സങ്കടത്തോടെ അലറി കരഞ്ഞുകൊണ്ട് ബെയിൻസ് കൺട്രോൾ ബോർഡിൽ നിന്നും മാറി. അപ്പോഴേക്കും കാസിഡി 2 താക്കോലും എടുത്തു മാറ്റുന്നു. സള്ളിവൻ ഹെൻറിച്ചിനെ തുറന്നു വിടാനായി പോവുകയാണ്. അപ്പോഴാണ് ആ വാർത്ത ബെയിൻസ് പറയുന്നത്. മുൻപ് ഹെൻറിച്ചിനെ കൊല്ലാനായി ബെയിൻസ് മുറിയിൽ പോയിരുന്നുവെന്നും എന്നാൽ അയാൾ അപ്പോഴേക്കും അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നുവെന്നും ബെയിൻസ് പറയുന്നു. അവിടെ പുറത്തേക്കുള്ള ജനൽ തുറന്നു കിടന്നിരുന്നു. അയാൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കാം. കാസിഡിയും സള്ളിവനും വേഗം ആ മുറിയിലേക്ക് പോയി പരിശോധിക്കുകയും ബെയിൻസ് പറഞ്ഞത് ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. സങ്കടം സഹിക്കവയ്യാതെ ഒടുവിൽ ഹെൻറിച്ച് ബേസിലേക്ക് അയക്കാൻ നൽകിയ ലെറ്റർ സള്ളിവൻ വായിക്കുന്നു. ആ ലെറ്റർ കണ്ട സള്ളിവൻ ഞെട്ടി. കാരണം ഹെൻറിച്ചിന്റെ കമാൻഡ് കാലാവധി നീട്ടണമെന്നാണ് അയാൾ ആ ലെറ്ററിൽ എഴുതിയിരുന്നത്. ശേഷം ക്ലീനായ വർക്ക്ഷോപ്പ് സള്ളിവന് കാസിഡി കാണിച്ചു കൊടുക്കുന്നു. അതായത് ബെയിൻസ് മാനസികമായി ഇപ്പോൾ സ്റ്റേബിൾ ആണ്. അയാൾ വീണ്ടും തന്റെ ജോലി ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. തന്റെ ഭാര്യ ഗർഭിണിയായിരുന്നുവെന്നും ഇതുവരെ കുഞ്ഞിനെ കാണാൻ സാധിച്ചില്ല എന്നും ബെയിൻസ് അവരോട് പറയുന്നു. അത് കേട്ട സള്ളിവൻ മദ്യലഹരിയിലായിരുന്നപ്പോൾ ബെയിൻസ് അവനെ അടിച്ചത് ക്ഷമിക്കുന്നു. ബെയിൻസ് സള്ളിവനെ കെട്ടിപ്പിടിക്കുന്നു. ശേഷം കാസിഡിയോടൊപ്പം കടലിൽ നിന്നും എന്തെങ്കിലും ലഭിക്കുമോ എന്നറിയാൻ കുഞ്ഞു ബോട്ടിൽ പോകുന്നു. പോകുന്നതിന് മുൻപ് സള്ളിവൻ കാസിഡിയുടെ കയ്യിൽ ആവശ്യഘട്ടത്തിൽ ഉപയോഗിക്കാൻ ഒരു തോക്ക് വെച്ചു കൊടുക്കുന്നു. കാസിഡി അവനെ ചുംബിച്ചുകൊണ്ട് നന്ദി പറയുന്നു. അവർ പോയതിനു ശേഷം സ്റ്റേഷനിൽ നിന്നും വല ഉപയോഗിച്ച് മീൻ പിടിക്കാൻ സള്ളിവൻ ശ്രമിക്കുന്നു. പക്ഷെ വല പൊക്കിയെടുത്തപ്പോൾ അതിൽ ഹെൻറിച്ചിന്റെ ബോഡി കിട്ടുന്നു. തലയിൽ എന്തോ ശക്തമായ അടിച്ച പാടും കാണാം. അതായത് വിചാരിച്ചതുപോലെ അയാൾ ആത്മഹത്യ ചെയ്തതല്ല, അയാൾ ആരോ കൊന്നതാണ്. ഹെൻറിച്ച് പറഞ്ഞതുപോലെ ഏതോ ഒരു വഞ്ചകൻ അവരുടെ കൂടെ തന്നെയുണ്ട്. സള്ളിവൻ ഉടനെ തന്നെ കൂടെയുള്ളവരുടെ പ്രൊഫൈൽ തിരയാൻ തുടങ്ങി. അതേസമയം ബോട്ടിൽ കാസിഡിയും ബെയിൻസും പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു. സള്ളിവൻ അതേസമയം ഹെൻറിച്ചിന്റെ മാപ്പ് പരിശോധിച്ചു. അപ്പോഴേക്കും മഴ ശക്തമായി പെയ്യാൻ തുടങ്ങി. സള്ളിവൻ സ്റ്റേഷന്റെ ബീക്കൺ ചെന്ന് പരിശോധിക്കുന്നു. ആ ബീക്കൺ എടുത്തു മാറ്റാവുന്നതാണെന്നും മറ്റു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട്
ചെയ്യാൻ സാധിക്കുമെന്നും അയാൾ മനസ്സിലാക്കുന്നു. അതായത് ഈ ബീക്കൺ ആരോ ചെറിയ ബോട്ടിൽ കൊണ്ടുപോവുകയും റിലീഫുമായി വന്ന ബോട്ടിനെ സെന്റിനൽ സ്റ്റേഷനിലേക്ക് എത്തിക്കാതെ വഴിതിരിച്ച് കൊണ്ടുപോവുകയുമാണ് ചെയ്തിട്ടുണ്ടാകുക എന്ന് അയാൾ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് കോർഡിനേറ്റ്സ് മാപ്പിൽ അങ്ങനെ കാണിക്കാൻ കാരണം. ശേഷം റിലീഫ് ടീമിനെ ആരോ കൊല്ലുകയും ചെയ്തിട്ടുണ്ടാകണം. പിന്നീട് ബോട്ട് ഒഴുകി നടന്നിട്ടുണ്ടാകാം. മണിക്കൂറുകൾക്ക് ശേഷം കസീഡി മാത്രം തിരികെ വരുന്നു. പ്ലാസ്റ്റിക് എടുക്കാനുള്ള ശ്രമത്തിനിടയിൽ ബെയിൻസ് വെള്ളത്തിൽ വീഴുകയും മരിക്കുകയും ചെയ്തെന്ന് കസീഡി പറയുന്നു. എന്നാൽ പ്രൊഫൈൽ പരിശോധിച്ച സള്ളിവൻ കൂട്ടത്തിലുള്ള വഞ്ചകൻ കസീഡിയാണെന്ന് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ കസീഡി ബെയിനെ കൊന്നെന്നും സള്ളിവൻ മനസ്സിലാക്കി. പക്ഷെ എങ്കിലും സള്ളിവൻ അവളോടൊന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ കസീഡി എഴുന്നേറ്റപ്പോൾ അടുത്ത് സള്ളിവൻ ഇല്ലായിരുന്നു. അവൻ വയർലെസ് മുഖേന കസീഡിയോട് സംസാരിക്കുന്നു. എല്ലാവരെയും കൊന്നത് കസീഡിയാണെന്നും ശത്രുവിന്റെ ചാരയാണ് അവളെന്ന് മനസ്സിലായെന്നും സെന്റിനലിലെ വെപ്പൺ നിന്റെ കൈവശം വരാൻ താൻ സമ്മതിക്കുകയില്ലെന്നും സള്ളിവൻ പറയുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന കീ നഷ്ടപ്പെട്ടതറിഞ്ഞ കസീഡി വേഗം കമ്മ്യൂണിക്കേഷൻ മുറിയിലേക്ക് ഓടുന്നു. അവിടെ എക്സ്പ്ലോസീവ് ആക്ടിവേറ്റ് ചെയ്യുന്ന സള്ളിവനെയാണ് അവൾ കാണുന്നത്. അവർക്ക് ഇനിയൊരു ഭാവിയില്ലാത്തതിനാൽ സെന്റിനൽ അവനോടൊപ്പം തകർക്കുന്നതിന് സള്ളിവൻ ഒരു മടിയുമില്ല. അടുത്തേക്ക് വന്നപ്പോഴേക്കും സള്ളിവൻ അവളുടെ നേരെ തോക്ക് ചൂണ്ടുന്നു. കസീഡി അവനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. നിന്നോട് കള്ളം പറയാൻ എനിക്കൊട്ടും ഇഷ്ടമല്ല. എന്റെ നാട്ടിലെ ആളുകൾ അവിടെ നരകിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. എന്നാൽ അത് കേട്ടിട്ടൊന്നും സള്ളിവൻ അവളെ വിശ്വസിച്ചില്ല. അതുകൊണ്ട് തന്നെ അയാൾ എക്സ്പ്ലോസീവ് ആക്ടിവേറ്റ് ചെയ്യുന്നു. എന്നാൽ പൊട്ടിത്തെറിക്കുന്നതിന് പകരം ആ ഡിസ്പ്ലേയിൽ ബെയിൻസ് തമാശ രൂപത്തിൽ പറയാറുണ്ടായിരുന്ന വാക്കുകൾ തെളിഞ്ഞു വന്നു. അതായത് ബെയിൻസ് എക്സ്പ്ലോസീവ് ആക്ടിവേഷൻ റീപ്രോഗ്രാം ചെയ്തിരുന്നു. ആരെയും നശിപ്പിക്കാൻ വേണ്ടി ആ എക്സ്പ്ലോസീവ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അവസാന സീനിൽ സള്ളിവനും കസീഡിയും ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഏത് ഭാഗത്തു നിന്ന് യുദ്ധം ഉണ്ടായാലും ഈ സെന്റിനൽ സ്റ്റേഷൻ നമ്മൾ സംരക്ഷിക്കും. കൂടാതെ അതിജീവിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു സിനിമയുമായി ഉടനെ തന്നെ വീണ്ടും കാണാം.